അപ്പോൾ ഇന്നത്തെ പ്രൊമോ കണ്ടിട്ട് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഉറപ്പായിട്ടും ഈ പ്രൊമോയുടെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ്ലി ഇട്ടിരിക്കുന്നത് ബിഗ് ബോസിനോട് എന്തോ വിരോധമുള്ള ആരോ ആണ്. കാരണം വെച്ചാൽ ആദ്യത്തെ പ്രൊമോ വന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഓക്കെ വലിയ കുഴപ്പമില്ല, അതായത് സേഫ് കാർഡ് വേണ്ട, ഓക്കെ സേഫ് കാർഡ് വേണ്ട, വിക്ടിം കാർഡ് വേണ്ട, ഓക്കെ കുഴപ്പമില്ല വേണ്ട, പിന്നെ നന്മമരം ചമയരുത്, വലിയ നല്ല കാര്യം ഓക്കെ വേണ്ട. പക്ഷെ ഇന്നത്തെ പ്രൊമോയിൽ പറഞ്ഞ ആ സംഭവം ഉണ്ടല്ലോ, പരദൂഷണം, അതില്ലാതെ പിന്നെ എന്തും പറഞ്ഞിട്ടാണ് ഈ ഗെയിം തുടങ്ങാൻ പോകുന്നത്? എല്ലാവരും പരദൂഷണത്തിലാണ് അടി തുടങ്ങേണ്ടത്. അടി തുടങ്ങിയില്ലെങ്കിൽ പിന്നെ എന്ത് ബിഗ് ബോസ്? അപ്പോൾ ഏതായാലും ശരി, എല്ലാവരുടെയും കമന്റ്സ് ഒക്കെ വായിച്ച് ഞാൻ നന്നായിട്ട് ചിരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ കാണുമ്പോൾ കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഡീപ്പ് ഇൻസൈഡ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇന്നത്തെ പ്രൊമോ വന്നതിന് ശേഷമുള്ള ഓഡിയൻസ് റെസ്പോൺസും അതുപോലെ തന്നെ ഇന്നത്തെ പ്രൊമോയിൽ ഹൈഡ് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ കാര്യം കൂടിയാണ്. ഞാൻ ആ ഹൈഡ് ചെയ്തിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു തുടങ്ങിയിരുന്നു. അതായത് ശരിക്കും ഈ ഒരു പ്രൊമോ, ഇങ്ങനൊരു ലോങ് പ്രൊമോ വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു പ്രൊമോയ്ക്കകത്ത് പറഞ്ഞ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ, ഈ പരദൂഷണമൊക്കെ സംസാരിച്ചിരിക്കുന്നത് അൻസിബ, ഋഷി, അഭിഷേക് ഒക്കെ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് മുമ്പത്തെ സീസണിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഈ പരദൂഷണ കമ്മിറ്റികളാണ്. നമ്മുടെ ഭാഗ്യലക്ഷ്മി, നമ്മളെ ലക്ഷ്മി പ്രിയ, ഇവരൊക്കെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി വെക്കുന്നത് ഇത്തരത്തിലുള്ള കൊച്ചു സംസാരങ്ങളിൽ നിന്നാണ്. പക്ഷെ അതൊരു ടാസ്ക് അല്ലെങ്കിൽ അതൊരു നല്ല സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ ഈ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ആ ഒരു വീട്ടിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് നോക്കുന്ന, അവരുടെ ആ ഒരു സ്വകാര്യതയിലേക്ക് പോയി കണ്ട് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ചർച്ച ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ പരദൂഷണവും കൂടി അങ്ങോട്ട് എടുത്തു കളയുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് കളിക്കാനാണ് വരുന്നത്? ഓഫ് കോഴ്സ് ഞാൻ കഴിഞ്ഞ ഒരു പ്രൊമോ വന്ന സമയത്ത് പറയണം എന്ന് കരുതിയിട്ട് ഓക്കെ എന്തായാലും ഈ ഒരു ഗെയിം ഷോ ഒക്കെ തുടങ്ങട്ടെ, ചുമ്മാ ഇപ്പോഴേ കയറി എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ശരിയാവില്ലല്ലോ എന്ന് കരുതി. അതായത് നമുക്ക് നന്മമരത്തെക്കുറിച്ച് പറയാം. ഈ നന്മമരം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു കൊറോണ സമയത്തൊക്കെ നന്മയുള്ള ലോകമേ എന്ന് നിലവിളിച്ച് തുടങ്ങിയതാണ്. അത് വളരെ പോസിറ്റീവായിട്ടുള്ളതിനെ ഇപ്പോൾ ഭയങ്കര ട്രോളാക്കി മാറ്റിയത്, നമ്മളൊരു ചെറിയൊരു നല്ലൊരു പ്രവൃത്തി ചെയ്താൽ പോലും ഇതിങ്ങനെ BGM വരും. അതേപോലെ ബിഗ് ബോസിനകത്ത് എന്തെങ്കിലും ഒരാൾ നല്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അപ്പോഴേ അവർക്കൊരു നന്മമരം കാർഡ് അങ്ങ് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ വിക്ടിം കാർഡ്. അപ്പോൾ ഇമോഷൻസ് ഒന്നും പറയണ്ടേ? അതുപോലെ കരഞ്ഞൊരിടത്ത് മാറിയിരിക്കുക എന്ന് പറയുമ്പം നമ്മുടെ ഇമോഷൻസിനെ അപ്പോൾ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നാണോ പറയുന്നത്? ഏതു നേരം കരഞ്ഞിരിക്കുന്നവരൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒട്ടും തന്നെ ഇതൊക്കെ കണ്ടിട്ട് വരുന്ന ഇപ്പോഴും ബിഗ് ബോസിലേക്ക് സെലക്റ്റഡ് ആയിട്ടുള്ളവരൊക്കെ ഇപ്പോഴും പുറത്തു തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അകത്തോട്ട് കയറുന്നവർ ഈ പറയുന്നതൊന്നും ഇമോഷൻസ് ഒക്കെ അപ്പോൾ പ്രകടിപ്പിക്കാൻ പേടിക്കില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. നിങ്ങൾക്കത് കേട്ടിട്ട് എന്താണ് തോന്നുന്നത്? പിന്നെ ഇന്നത്തെ പ്രൊമോ നമ്മുടെ ലാലേട്ടൻ, നല്ല പ്രൊമോ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ലാലേട്ടൻ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ അൻസിബ ആ ഒരു ഗ്യാങ് അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അവരിങ്ങനെ ഓരോരോ പരദൂഷണമാണ് പറയുന്ന. പരദൂഷണം തന്നെ ഏറ്റവും സൂപ്പറാണ്. കാരണം എന്തുവാ, ഇഷ്ടമാണെങ്കിൽ അതങ്ങ് പറഞ്ഞുകൂടെ? പിന്നെ ഈ ഒളിച്ചു വെച്ചത് ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്ന എന്തിനാ? അവർക്ക് പ്രേമമാണെങ്കിൽ അങ്ങ് പറഞ്ഞുകൂടെ എന്ന് പറയുന്ന ഒരു ട്രാക്ക് ഉണ്ട് അവിടെ. കാരണം ഈ പറയുന്ന ലവ് ട്രാക്കും ഏറ്റവും കൂടുതലും ബിഗ് ബോസിൽ എല്ലാ സീസണിലും കാണാറുണ്ട്. പക്ഷേ ആദ്യത്തെ സീസണിൽ മാത്രമേ അത് രക്ഷപ്പെട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാ സീസണിലും അതിൻ്റെ ആ ഒരു ഫോളോ അപ്പ്, സക്സസ് ആയ ഒരു ലവ് സ്റ്റോറിയെ പിടിച്ച് വന്നതല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഈ സീസണിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കും. അതായത് ലവ് ട്രാക്ക് ഉണ്ടായിരിക്കും, നന്മമരം ഉണ്ടായിരിക്കും, സേഫ് കാർഡ് ഉണ്ടായിരിക്കും, എല്ലാം പരദൂഷണവും എല്ലാം ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഉണ്ടാകുമ്പം അത് ഉണ്ടായേ പറ്റൂ, എന്നാലേ ബിഗ് ബോസ് നടക്കത്തുള്ളൂ. അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെയൊക്കെ പെരുമാറും, അല്ലെങ്കിൽ ലാലേട്ടൻ ഇവരെയൊക്കെ പുറത്താക്കും എന്നാണ് പറയുന്നതെങ്കിൽ ഈ ഗെയിം ഷോയിലോട്ട് കയറുന്നവർക്ക് അതൊരു പേടിയാകില്ലേ എന്നൊരു തോന്നൽ വന്നു. അപ്പോൾ നിങ്ങൾ അതെന്തായാലും കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, സെലിബ്രിറ്റീസ് മാത്രമല്ല, കോമണേഴ്സിന്റെ ഒരു സ്ട്രെങ്ത് നമുക്ക് എന്തായാലും ഈ സീസണിൽ കാണാം. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു പ്രൊമോ വന്നിട്ടില്ല. ഞാൻ ശരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത് അത്തരത്തിലൊരു പ്രൊമോയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഈ പറയുന്ന കോമണേഴ്സിന്റെ കാര്യത്തിൽ കുറച്ചും കൂടെ ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ, അവർ ഈ പ്രൊമോ കാണുമ്പോഴത്തേക്കും പേടിക്കില്ലേ? ഇപ്പം ഏറ്റവും ലാസ്റ്റ് നമ്മുടെ സ്റ്റാർ സിംഗറിൽ അക്ബർ ഖാൻ ഉണ്ട്. അക്ബർ ഖാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ബിഗ് ബോസിലേക്കുള്ള സീസൺ 7 ഉറപ്പിച്ച ഒരു മത്സരാർത്ഥിയാണ്. ആ ഒരു സ്റ്റേജിൽ ലാലേട്ടൻ്റെ മുന്നിൽ ആ ഒരു പ്രൊമോ ലോഞ്ച് നടന്ന സമയത്ത്, ബിഗ് ബോസിന്റെ ലോഞ്ച് നടന്ന സമയത്ത് അക്ബർ ഖാൻ ശരിക്കും കൈ വെച്ച് തിരിയുന്ന ഒരു സീൻ ക്യാമറയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും. അവർക്കുൾപ്പെടെ ഇത്തരത്തിൽ വലിയൊരു ഹൈപ്പ് വരുമ്പോൾ സത്യത്തിൽ പേടിയുണ്ട്. അപ്പോൾ പിന്നെ കോമണേഴ്സിന്റെ കാര്യമോ? കോമണേഴ്സ് ഉൾപ്പെടെ പേടിക്കുന്നുണ്ട്.
പേടിയുണ്ടോ ഇല്ലയോ എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു നിങ്ങളിപ്പോൾ ബിഗ് ബോസ് സീസൺ 7ലേക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു കോമണർ ആണെന്നൊന്ന് ഇമാജിൻ ചെയ്യുക. ഇനി സെലക്റ്റഡ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അവർ കൂടി ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇത്രയും ഹൈപ്പ് വന്നിട്ടുള്ളൊരു സീസൺ വേറെ ഇല്ല. അപ്പോൾ ഈ സീസണിൽ നിങ്ങൾക്ക് അവിടെ പോയി ആ ഒരു ഗെയിം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പേടിയുണ്ടോ ഇല്ലയോ? ഞാൻ ചോദിച്ചിരുന്നു, ഒരു ടോർച്ചറിങ് ഫീൽ വരുന്നുണ്ടോ, പേടിയുണ്ടോ, ഒരു പേടിപ്പിക്കുന്ന കണക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ശരി, നമ്മുടെ ലാലേട്ടനാണ്, അത്രയ്ക്കങ്ങും വലുതായിട്ടൊന്നും വലിയൊരു ഹാർഷായിട്ട് ബിഹേവ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വീക്കെൻഡ് ടാസ്കിലൊക്കെ വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ പ്രൊമോയും ഹൈപ്പും ഒക്കെ കണ്ടിട്ടല്ലേ എല്ലാവരും കയറി പോകുന്നത്. അവരാരെങ്കിലും തന്നെ ചോദിക്കുമോ എന്നുള്ളതും ഒരു നല്ല കാര്യമാണ്, ചോദിക്കുമായിരിക്കാം. പിന്നെ ഫൈനലി ഒരൊറ്റ കാര്യം കൂടെ പറയാം. ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 സൂപ്പർ ആയിരിക്കുമോ എന്ന്. പക്ഷേ ഒരു ആവറേജ് പേരാണ് പറയുന്നത് സൂപ്പർ ആയിരിക്കും, അടിപൊളിയായിരിക്കും എന്ന്. ബാക്കി എല്ലാവരും പറയുന്നുണ്ട് ഇതൊരു പ്രൊമോ മാത്രമാണ്, എല്ലാ സീസണിലും പോലെ തന്നെ ഒരു നോർമൽ ഷോ ആയിരിക്കും. ഏതാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളൊന്ന് വിലയിരുത്തി തന്നെ നിങ്ങളൊന്ന് കമൻറ്റ് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, കമൻറ്റിൽ നിങ്ങൾ എന്തായാലും പറയണം, ഈ പറയുന്ന കാർഡുകളൊക്കെ എടുത്ത് കളഞ്ഞാൽ പിന്നെ ബിഗ് ബോസ് ഷോ ഉണ്ടോ ഇല്ലയോ? അപ്പോൾ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മയെ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും, അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മയെ പരിചയപ്പെടുന്നതെങ്കിൽ ഉറപ്പായിട്ടും TV ചാനൽ വിശേഷങ്ങൾക്കും ബിഗ് ബോസ് എപ്പിസോഡ് റിവ്യൂസിനും നല്ല വൈറൽ കോണ്ടന്റുകൾക്കുമായിട്ട് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കും.